തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്ന പൈസ കൊണ്ട് പാവങ്ങളായവർക്കും വിശന്നിരിക്കുന്നവർക്കും ഒക്കെ ഭക്ഷണം ഒരുക്കുകയാണ് ജലജാമ്മ. ഒരു വർഷം മുമ്പാണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ അമ്മയെപ്പറ്റി പുറം ലോകം അറിയണത്. അതിനുശേഷം ഒരുപാട് മാധ്യമങ്ങളൊക്കെ വന്ന് വീഡിയോ എടുക്കുകയും അമ്മയെ പല സ്ഥലങ്ങളിൽ വെച്ച് ആദരിക്കുകയും ഒക്കെ ചെയ്തു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നന്മയുടെയും ഒക്കെ ഒരു ആഘോഷമാണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നന്മയുള്ള കാഴ്ചയാണ്. കുറേ പേർക്കൊക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ കൊല്ലത്തെ കല്ലുംതാഴത്ത് അമ്പലത്തിൻ്റെ നടയിൽ ജലജാമ്മ കുറേ പാവങ്ങൾക്ക് ഊണ് കൊടുക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ അന്ന് അമ്മ പറഞ്ഞു, എന്നെക്കൊണ്ട് എത്ര കാലം എന്നറിയില്ല, പക്ഷേ കൊടുക്കാൻ പറ്റണേ ഭഗവാനെ എന്നാണ് ആ വീഡിയോയിൽ അമ്മ പറയുന്നത്. എന്തായാലും ഒരു വർഷം തികഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് എത്തിയേക്കാണ്. മാത്രമല്ല എന്നൊരു വിശേഷം കൂടി ഉണ്ട്, അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്മേനെ ഒന്ന് കാണുകയും ചെയ്യാം. നിങ്ങൾ കുറച്ച് ഇനി അറിയാത്ത കുറേ ആളുകളുണ്ടല്ലോ, അവരിലേക്ക് അതൊന്ന് എത്തിക്കുകയും ചെയ്യണം. പിന്നെ പായസമൊക്കെ കൂട്ടി സദ്യ വേണം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവയ്ക്കുന്നത്. എത്ര ഊണുണ്ടായിരുന്നു അമ്മ? 12? നമ്മൾ കഴിഞ്ഞ വർഷം 20 ഊണ്, ഇപ്പോൾ 50 പേര്. ചില ദിവസം അതിലും കൂടുതൽ വരും അല്ലേ? വീട്ടിൽ വയ്യാത്തവർക്കൊക്കെ അങ്ങനെ വന്ന് മേടിച്ചിട്ട് പോകും അല്ലേ? വേറെ കറിയൊന്നും വേണ്ടേ? ഇതിൽ വെച്ചില്ലല്ലോ. അതിൽ വെക്കണ്ട, അതിൽ കറിയൊന്നും വേണ്ട. വേണ്ടാത്തതാ? ആ, ഓക്കെ. പപ്പടം അതിൽ വെക്കട്ടെ ചേച്ചി? അമ്മ പറഞ്ഞതേ കുറച്ചു കാലം കൂടി ഇതൊക്കെ കൊടുക്കാൻ പറ്റണേ, നമ്മൾ കൃത്യം ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെന്നും ഒക്കെ ഒന്നും ചിന്തിച്ചതല്ല. ഭഗവാന്റെ ഒരു പിന്നെ കുറെ നല്ല ആളുകൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വന്ന് കണ്ട് അമ്മേനെ കാണാൻ വന്നു അല്ലേ? ഒരുപാട് പേര് കാണാൻ വന്നു. പിന്നെ ഇവിടെ വന്ന് പൈസ കൊണ്ട് തന്നു. ഇത് നടത്താൻ വേണ്ടിയൊക്കെ വിളിച്ചു. കണ്ടപ്പോഴും തന്നെ പൈസ തന്ന് സഹായിച്ചവരൊക്കെ ഉണ്ട്. ഒരു മാസത്തെ ഭക്ഷണം കൊടുന്നൊക്കെ പറഞ്ഞ ഒരു സുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. കാസർഗോഡ് 4-5 പെൻഷൻ പറ്റിയവര് അമ്മേനെ കാണാൻ വേണ്ടി വന്നു. അതിൽ അവരും പൈസ തന്ന് ആഹാരം കൊടുക്കാൻ വേണ്ടി. അതൊക്കെ വലിയ സന്തോഷം. നമ്മളെപ്പോഴും പ്രദേശത്തൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ വിളിക്കുകയും പറയുകയും അവരെല്ലാം കുറെ അവരൊക്കെ ഒക്കുന്നതൊക്കെ എല്ലാം തന്നൊക്കെ സഹായിക്കും. അല്ലമ്മേ, നമ്മൾ പറയും നന്മയൊക്കെ നശിച്ചു, ലോകം മോശമായി എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, പേരുണ്ട് മോളെ. ഇതിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എന്തിനും കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ ഇത്രയും പേര് വന്ന് കഴിച്ചു എടുത്ത് ആ ഒരു സന്തോഷം. ഞാനേ പാത്രം ഒരാളിന്റെ ചോറുള്ളപ്പം കോരി മാറ്റി വെച്ചിട്ട് പാത്രം കഴിക്കും, കഴുകാനും കഴിക്കും. അപ്പൊ ആ ചോറിന് ചിലപ്പോ 2 പേർക്കായിട്ട് അത് ബാധിച്ചു. ക്രിസ്തുരാജിലാണോ ക്രിസ്മസ് ആഘോഷ? സ്കൂള് പൂട്ടിയാ? ഇന്ന് പൂട്ടി. അച്ചാർ ഇരുമ്പമ്പുളിയാണല്ലേ അമ്മ? അതെ, അന്നും മോള് വന്നപ്പോൾ അന്നും ഞാൻ വന്നിട്ട് ഇരുമ്പമ്പുളിയായിരുന്നു. ഇന്നലെ 2-3 ദിവസം മുന്നേ, ഇന്നലെയല്ല 2-3 ദിവസം മുന്നേ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർഷം തികയുമോ മോളെ. പക്ഷെ ഞാനും വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് ഒരു വർഷം ആയി നമ്മൾ വീഡിയോ എടുത്ത് പോയിട്ട്. അപ്പം എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ പറഞ്ഞു 20-ാം തീയതി വരണേ മോളെ, ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് പറയൂല, ഇവിടെ വരുമ്പോൾ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ തോന്നി, അമ്മയുടെ പിറന്നാൾ എങ്ങാനും ആണോ എന്തോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സാരിയൊക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് അത് തന്നെയാണ്, അമ്മയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ സദ്യയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല, അമ്മേനെ കൊണ്ട് പറ്റണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3-4 കൂട്ടം കറിയും അച്ചാറും പിന്നെ ഒരു കൂട്ടം പായസവും പപ്പടവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അങ്ങനത്തെ പാലുകാച്ചോ കല്യാണ വാർഷികമോ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് അവരുടെ പേരിൽ ഒരു സദ്യ ആളുകൾക്ക് കൊടുത്തോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ 10-20 പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇന്ന് 50-60 ഒക്കെ പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മേനെ കൊണ്ട് കഴിയുന്നുണ്ട്. അതിന് വലിയൊരു ഇതല്ലേ, വലിയൊരു കാര്യമല്ലേ ചെയ്യണത്. ഉള്ളവർ പോലും കൊടുക്കാത്തൊരു കാലത്താണ് അമ്മ. അന്നൊക്കെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ടും ആ ജോലി ചെയ്തിട്ടും ഈ ജോലി ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് വേറെ സാമ്പത്തികമായിട്ട് വേറെ ഒന്നും വരാനൊന്നുമില്ല. ഇപ്പോൾ പക്ഷേ നമ്മുടെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം 24-ന്നും ഏഷ്യാനെറ്റിൽ നിന്നും അതുകൂടാതെ ഒരുപാട് ചെറിയ ചെറിയ ചാനലുകാരൊക്കെ വന്ന് അമ്മയുടെ വീഡിയോ എടുക്കും. പത്രങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് വാർത്തകൾ വരും, ഒരുപാട് അംഗീകാരങ്ങൾ അമ്മയെ തേടി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ആരെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ സഹായിക്കുന്നില്ല. അന്ന് ഒരു മനുഷ്യൻ പോലും സഹായിക്കാത്ത സമയത്താണ് അമ്മ ഊട് കൊടുത്തുകൊണ്ടിരുന്നത്. കറികളൊക്കെ നല്ല കേട്ടോ. അന്ന് വന്നപ്പോഴും നല്ല രുചിയായിരുന്നു. വന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ കഴിക്കുന്നില്ല, ഇത് വേറൊരാൾക്ക് കഴിക്കാൻ വിശന്ന് വരുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ അമ്മ ഇല്ല മോളെ ഇതിൽ നിന്ന് ഒരു അന്നം കഴിച്ചിട്ട് പോകണമെന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഇന്നും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കരുതി. അമ്മയുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം പിറന്നാളും കൂടി ആയതുകൊണ്ട്.
അപ്പം അങ്ങനെ കുറേ മനുഷ്യർ ഇവിടെ വന്ന് കഴിച്ചു. വയ്യാത്ത ആളുകൾ, രോഗികളായിട്ടുള്ളവർ, പല പല വിഷമതകളിൽ കൂടെ അന്നം കിട്ടാത്തവർ, അവർക്ക് ചിലപ്പോൾ ഒരു നേരമായിരിക്കും കിട്ടുക, അതിനന്വേഷിച്ച് ഇവിടെ വന്നു. ഇത് മാത്രമല്ല, അവൻ ഓച്ചിറയിൽ ഉത്സവം നടക്കുന്ന സമയത്ത് 12 ദിവസവും അവിടുത്തെ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗുരുവായൂർ ഉത്സവം തുടങ്ങിയാൽ അമ്മ പോകും. 10-11 ദിവസം അവിടെ പോയി നിന്ന് പാചകപ്പുരയിൽ അരിഞ്ഞു കൊടുക്കാനും വെക്കാനും ഒക്കെ ആയിട്ട്. ഇതാണ് അമ്മയുടെ ഒരു സന്തോഷം. അമ്മ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കൊടുക്കുന്നതും. ആഹാരത്തിന് അത്രയും മുട്ടിയിട്ടുണ്ട്. കാരണം ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ, അമ്മയുടെ ജീവിതം അത്രയും മോശമായിട്ട് സാഹചര്യത്തിൽ കൂടെയായിരുന്നു. പക്ഷേ ഇന്ന് അമ്മയ്ക്കൊരു കൊടുക്കാനുള്ള ഒരു പാങ്ങ് വന്നപ്പോൾ അമ്മ കൊടുക്കുകയാണ്. അമ്മയുടെ മക്കളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത്. ഇത് കൊച്ചുമോനും. ശരിക്കും അമ്മ ചെയ്യണതിൻ്റെ പുണ്യത്തിൻ്റെ ഫലമൊക്കെ ഇവർക്കാണ് കിട്ടുക. കാരണം ഇത്രയും വയറ് വിശന്ന് വരുന്ന ആളുകളുടെ വയറ് നിറച്ച് വിടുന്ന പ്രവൃത്തിയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം ഇങ്ങനെ പോട്ടെ. ഇത് ബർത്ത്ഡേ കുട്ടിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പിറന്നാൾ ദിവസം തന്നെ നമ്മൾ പറയും ഒരുപാട് വർഷം അമ്മ ഇനി ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അന്നം കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോട്ടെ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കേക്കും കൂടെ മുറിക്കുകയാണ് കേട്ടോ ഒരു സന്തോഷത്തിന്. അപ്പോൾ അമ്മയുടെ മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് കൂടെ. Happy birthday to you. Happy birthday to you. എല്ലാരും കൂടെ കൊടുക്കണല്ലേ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോയും കൂടെയാണ്. നമ്മൾ നന്മ പറ്റാത്ത മനുഷ്യർ ഇപ്പോൾ ഇനിയും ഈ ലോകത്തൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളൊക്കെ പലപ്പോഴും ജീവനോടെ ഇരിക്കുന്നതുമൊക്കെ. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും ഇതുപോലെ വിശന്ന് പാതി വഴിയിൽ നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. ആർക്കാ പറയാൻ പറ്റുക? നമ്മളെല്ലാവരും മരണം വരെ ഇങ്ങനെ ആരുടെ അടുത്തൊന്നും ഒന്നും മേടിക്കാതെ ജീവിക്കുന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാനോ നിങ്ങളോ ഒക്കെ എവിടെയെങ്കിലും വഴിയിൽ ഇതുപോലെ അന്നം കൊടുക്കുന്നിടത്തൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ വിശപ്പ് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഒരു വട്ടം കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം. വയറ് നിറഞ്ഞു, വയറും മനസ്സും എല്ലാം നിറഞ്ഞു. വളരെ സന്തോഷം. ഇനി വരാലോ.